2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ ഉറപ്പായും നമ്മൾ ജയിക്കും. ആ ജയമെന്ന് പറയുന്നത് ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൻ്റെ ആകെ ഉള്ള വികസനത്തെ സംബന്ധിച്ച് ജനങ്ങൾ നേരിടുന്ന ഒട്ടനവധിയായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെ സംബന്ധിച്ചൊക്കെയുള്ള പൂർണ്ണമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യും. 14 മുതൽ 19 വരെ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ ആ ഘട്ടത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ നേരനുഭവമായി നിൽക്കുകയാണ്. 2019 പാർലമെൻറ്റ് ഇലക്ഷൻ ഒരു വൈകാരികമായ ഒരു തലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പാണ്. ആ വൈകാരികമായ തലത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പരിഗണിക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്തില്ല. ഇപ്പോൾ വീണ്ടും 24 തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ എത്രയോ ആളുകളാണ് നമ്മളോട് പറയുക, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ പ്രത്യേക സാഹചര്യത്തിൽ ഒരു തെറ്റ് പറ്റിപ്പോയി, ആ തെറ്റ് തിരുത്താൻ ഞങ്ങൾക്കൊരു അവസരം ഉണ്ടാകണം, മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന എത്രയോ ആളുകളെയാണ് ഞാൻ ദിവസവും കണ്ടുമുട്ടുന്നത്. കാരണം ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾക്ക് അവർക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന, അവരുടെ വികാരങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന, അവരുടെ നാവായി മാറാൻ സാധിക്കുന്ന തരത്തിൽ ഒരു ജനപ്രതിനിധി അവർ ആഗ്രഹിക്കുന്നുണ്ട്. 14 മുതൽ 19 വരെ ഉള്ള ആ പ്രവർത്തന കാലഘട്ടത്തിലെ ആ പ്രവർത്തനങ്ങളെ ആകെ അവരിപ്പോൾ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അത് വ്യക്തിപരമായി എൻ്റെ ഒരു വിജയമോ LDFൻ്റെ ഒരു വിജയമോ ആയിരിക്കില്ല. മറിച്ച് ഇടുക്കി ജയിക്കാൻ, ഇടുക്കി തോൽക്കാതിരിക്കാൻ, ജനങ്ങൾക്കാകെ ഒരുമിച്ച് ജയിക്കാൻ അവരൊന്നിച്ച് വോട്ട് ചെയ്യും. അങ്ങനെ ഒരുമിച്ച് വോട്ട് ചെയ്യുമ്പോൾ ജോയ്സ് ജോർജ് ജയിക്കും, LDF ജയിക്കും. മറ്റൊരു പ്രധാന കാര്യം, ഈ 2014 താങ്കൾ കടന്നു വന്നത് ഹൈറേഞ്ച് സംരക്ഷണ പ്രതിനിധിയായിട്ടാണ്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഇപ്പോൾ നിർജ്ജീവമായി നിൽക്കുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് താങ്കൾ LDFൻ്റെ ഭാഗമായി തന്നെ പ്രവർത്തിക്കുകയായിരുന്നു. ഈ സഭയുടെ ഒരു പിന്തുണ ഇക്കുറി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പുകളിലും സഭ മാത്രമല്ല, ഒരു സമുദായ സംഘടനകളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടില്ല. ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിനുമനുസരിച്ച്, ആ കാലത്തെ നടപടികൾക്കനുസരിച്ച് വ്യക്തികൾ സ്വതന്ത്രമായി തീരുമാനമെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ വ്യക്തികൾ സ്വതന്ത്രമായി തീരുമാനമെടുത്തുകൊണ്ടാണ് 2014 പിന്നീട് 19 ഇപ്പോഴുമൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ തീർച്ചയായും അവരുടെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, അവരുടെ നേരനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ഈ തെരഞ്ഞെടുപ്പിലും നിലപാടുകൾ സ്വീകരിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ഒരു ജനകീയ മുന്നേറ്റമായിരുന്നു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് വീണ്ടും പുതിയ ജനകീയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അവരുടെ നിലപാടുകൾ നിലവിലുള്ള സർക്കാരിന് എതിരെയാണ്. ആ ഒരു നിലപാട്, ഒരു ജനകീയ മുന്നേറ്റം, അത് ഏതെങ്കിലും രീതിയിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ അത് ഭൂമിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും മറ്റു തരത്തിൽ ജനങ്ങൾ നേരിടുന്ന അവഗണനയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മറ്റ് ആളുകളിൽ നിന്നുണ്ടാകുന്ന ദ്രോഹ നടപടികളായി ബന്ധപ്പെട്ടാണെങ്കിലും, അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ദ്രോഹമായി ബന്ധപ്പെട്ടാണെങ്കിലും, അതല്ല വികസനമാണെങ്കിലുമൊക്കെ ആ വിഷയങ്ങളോട് ഏറ്റവും കൃത്യമായി എല്ലാ കാലത്തും നിലപാട് സ്വീകരിക്കുകയും ആ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുകയും അങ്ങനെ പഠിച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഏത് മേഖലകളിലും, അത് കോടതികൾക്ക് അഭിഭാഷക എന്ന നിലയിൽ കോടതികൾക്കുള്ളിൽ, പാർലമെൻറ്റ് അംഗമായിരുന്നപ്പോൾ പാർലമെൻറ്റിനകത്ത്, അല്ലാത്തപ്പോൾ പൊതുസമൂഹത്തിന് മുമ്പിൽ, മാധ്യമങ്ങൾക്ക് മുമ്പിൽ, അതുപോലെ തന്നെ ഗവൺമെൻറ്റുകൾക്ക് മുമ്പിലൊക്കെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. മാത്രവുമല്ല, ഇപ്പോൾ ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ ഇടപെടുകയും ഒട്ടനവധി വിഷയങ്ങളിൽ കൃഷിക്കാർക്ക് അനുകൂലമായി തൃപ്തികരമായ പരിഹാരം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് വിഷയങ്ങളിലും പരിഹാരം ഉണ്ടായിട്ടുണ്ട്. ആളുകളെ സംബന്ധിച്ച് ഏതെങ്കിലും ചെറിയ തരത്തിലുള്ള ആശങ്കകളുണ്ടെങ്കിൽ ആ ആശങ്കകൾ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഗവൺമെൻറ് പറയുന്നുണ്ട്. ആ ചർച്ച ചെയ്തുകൊണ്ട് ആ വിഷയം പരിഹരിക്കുന്ന തലത്തിലേക്ക് തന്നെ കൊണ്ടുപോകണമെന്ന നിലപാടിലാണ് ഈ ഇടുക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് എല്ലാ കാലത്തും ഞാനൊക്കെ എടുത്തിട്ടുള്ള നിലപാട്. അപ്പോൾ എൻ്റെ നിലപാടുകൾ അവരുടെ മുമ്പിലുണ്ട്, അത് കൃത്യതയുള്ളതാണ്. ആ നിലപാടുകൾ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു കർഷക സംഘടനയും വ്യക്തിപരമായി എനിക്കോ എൻ്റെ നിലപാടുകൾക്കോ എതിരല്ല, എനിക്കെതിരായി അവരൊന്നും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. മറ്റൊന്ന്, CPM സ്വതന്ത്രൻ എന്നൊരു തലത്തിൽ നിന്ന് മാറി പൂർണ്ണമായും CPM അംഗം എന്നൊരു രീതിയിൽ തന്നെയാണ് ഇക്കുറി മത്സരത്തിൽ വരുന്നത്. അത് ഏതെങ്കിലും രീതിയിൽ ഗുണം ചെയ്യുമോ, അല്ലെങ്കിൽ അത് ജയപരാജയത്തെ ബാധിക്കുമോ എന്നെല്ലാം തോന്നുന്നുണ്ട്? ഇല്ല, തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആളുകൾ വോട്ട് ചെയ്യുക. അത് 14 സ്വതന്ത്രനായി മത്സരിക്കുമ്പോഴും 19 മത്സരിക്കുമ്പോഴുമൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിനൊപ്പം തന്നെ നിന്നുകൊണ്ടാണ് മുൻപ് 2 തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെയാണ്. അതിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഞാൻ ആദ്യം മുൻപ് പറഞ്ഞ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആളുകൾ വോട്ട് ചെയ്യുകയും നമുക്ക് അനുകൂലമായി ഇവിടെ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാവുകയും ചെയ്യും. ഏതാണ്ട് 1,70,000 മുകളിൽ വോട്ട് കിട്ടിയ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയാണ് എതിർ സ്ഥാനത്ത് വരുന്നത്. അത് ഡീൻ തന്നെയാണ് എങ്കിൽ അത് ഇക്കുറി നിങ്ങളുടെ 3 പേരുടെയും 3-ാം അംഗമാണ്.
അത് ആ ഉയർത്തുന്ന കാർഷിക പ്രശ്നങ്ങൾ, ഭൂപ്രശ്നങ്ങൾ, നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉയർത്തി കാണിച്ചുകൊണ്ടായിരിക്കും എതിർ സ്ഥാനാർത്ഥിയുടെ പ്രചരണം. പ്രതികൂലമായി ബാധിക്കുമോ? ഇല്ല, ഈ 2019 തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണ് എന്ന് മുഴുവൻ ആളുകൾക്കും അറിയാം. അതൊരു വൈകാരിക തലത്തിൽ നടന്നൊരു തെരഞ്ഞെടുപ്പാണ്. അവിടെ ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടില്ല. പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, വിഷയങ്ങളെ സംബന്ധിച്ച്, നിലപാടുകളെ സംബന്ധിച്ചൊന്നും ഒരു വിലയിരുത്തലും ഉണ്ടാകാതെ ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു തെരഞ്ഞെടുപ്പും ആളുകൾ നടത്തിയിട്ടുള്ള വോട്ട് ആണത്. അപ്പോൾ സ്വാഭാവികമായും 2024 തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല. 2014 മുതൽ 19 വരെ ജോയിസ് ജോർജ് എന്ന നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, അതുമായി ബന്ധപ്പെട്ടെടുത്തുള്ള നിലപാടുകൾ, നട്ടപ്പെട്ടികൾ എല്ലാം ജനങ്ങളുടെ മുമ്പിലുണ്ട്. 19 മുതൽ 24 വരെയുള്ള നിലവിലുള്ള MP-യുടെ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ ജനങ്ങളിത് വിലയിരുത്തും. അത് വിലയിരുത്തി വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ജനങ്ങൾ വിലയിരുത്തട്ടെ, അവർ വോട്ട് ചെയ്യട്ടെ. തീർച്ചയായും. എന്തായാലും മൂന്നാം അംഗത്തിൽ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ഇടുക്കിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ വിൽസൺ കളരിക്കലിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.